Hello guys, welcome back to our channel. This is me with Malloop എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ചെറുപ്പകാലത്തെ നമ്മുടെ ഓക്സിനെ കാണിക്കുകയാണ്. ഓക്സ് ആണെങ്കിൽ ഐസനാണെങ്കിൽ ഇപ്പോൾ ടി വിയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വില്ലന്മാരെ സിറ്റിയിൽ ഇറങ്ങി വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ആൽമൈറ്റ് അവിടേക്ക് വന്ന് ആ വില്ലന്മാരെ തൂക്കിയെടുക്കുകയാണ്. അതിനുശേഷം എൻഡവറിനെ കാണിക്കും. എൻഡവറും ഫയർ പവറൊക്കെ ഉപയോഗിച്ച് വില്ലന്മാരെ അങ്ങനെ കത്തിച്ചും ചുരുട്ടിയെടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോൾ ഓക്സിന്റെ വീട് കാണിക്കും. അതാണെങ്കിൽ വളരെയധികം മോശം അവസ്ഥയിലാണുള്ളത്. ഓക്സ് ആണെങ്കിൽ ടൗണിൽ പോയി വന്നതറിഞ്ഞ് അവന്റെ പപ്പയാണെങ്കിൽ പിടിച്ചു വലിച്ച് അവനെ അറച്ച പുറജ അട്ടിക്കുകയാണ്. അമ്മയാണെങ്കിൽ അതൊക്കെ കണ്ട് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ടി വിയിലെ ചാനൽ മാറ്റി ഹായ് ആയിട്ടിരിക്കും. ടൗണിൽ എന്തോ ഒരു നെഗറ്റീവ് അവന് ഫീൽ ചെയ്ത് അവൻ അവിടേക്ക് പോകാൻ ശ്രമിച്ചത്. പക്ഷെ ഇടയിൽ വെച്ച് നെഗറ്റീവ് ഫീൽ അവന് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവൻ ടൗണിലേക്ക് പോവാതെ തിരികെ വീട്ടിലേക്ക് തന്നെ മടങ്ങി വന്നു. എന്നെ ആരും കണ്ടിട്ടില്ല, സോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഓക്സ് പറയും. ഓക്സിന്റെ പപ്പയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട് വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന്. ഞാനൊരാളെ കൊന്ന കാര്യം നിങ്ങൾ മറന്നുപോയി. പണത്തിന് വേണ്ടി എനിക്കത് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ തിരിച്ചറിഞ്ഞാൽ അത് വലിയ കുഴപ്പമെന്ന് പറയും. ഇങ്ങനെ വലിയ പ്രശ്നം ഇവിടെ നടക്കുമ്പോൾ ഓക്സിന്റെ അമ്മയാണെങ്കിൽ കാഷ്വലായി ടിവിയുടെ ചാനലൊന്ന് മാറ്റിത്തരാൻ പറ്റുമോ, എനിക്കതിന് കഴിയുന്നില്ല എന്ന് പറയും. ഉടനെ ഓക്സിന്റെ പപ്പയാണെങ്കിൽ അവരോട് ദേഷ്യപ്പെടും. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഓക്സിന്റെ അമ്മയാണെങ്കിൽ അവനോട് പറയും, നിന്റെ അച്ഛൻ അദ്ദേഹം പിടിക്കപ്പെട്ടു. എൻഡവറിന്റെ കയ്യിൽ തന്നെയാണ് അദ്ദേഹം ചെന്നുപെട്ടത്. അത് കേട്ട് അവൻ ഷോക്കാവും. അവന്റെ കയ്യിലുണ്ടായിരുന്ന എൻഡവറിന്റെ ആ ഒരു ടോയ് അതങ്ങനെ ബ്ലിങ്ക് ചെയ്യാണ്. ഇത്രയും കാലം അവൻ ടി വിയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന സൂപ്പർ ഹീറോസ് അവർ ശരിക്കും ഈ ലോകത്തുണ്ടെന്നുള്ള സത്യം അവൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. എന്റെ അമ്മയാണെങ്കിൽ ഓക്സിനോട് പറയും, ഇനിയും നമ്മൾ ഇവിടെ നിന്ന വലിയ അപകടമാണ്, പോലീസ് നമ്മളെയും തേടി കണ്ടെത്തുന്നു പറഞ്ഞ് അവനുമായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അവരുടെ കയ്യിൽ ആവശ്യത്തിന് പണമോ സാധനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അവർ ഒരുപാട് ദിവസം ആ റെയിൽവേ സ്റ്റേഷനിൽ അവരുടെ ദിവസം അങ്ങനെ തള്ളി നീക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് പേര് അവരെ കളിയാക്കാനായിട്ട് തുടങ്ങും. ഓക്സ് ആണെങ്കിൽ അവന്റെ അമ്മയോട് പറയും, നമ്മൾ ഇങ്ങനെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, സ്ട്രെയിറ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കാര്യങ്ങൾ പറയാം, അതാവും ഇതിലും നല്ലത്. എന്റെ അമ്മയ്ക്കാണെങ്കിൽ ആ ഐഡിയ ഒട്ടും ഇഷ്ടാവില്ല. ഞാൻ ഒരിക്കലും അതിന് തയ്യാറാവില്ല. എനിക്കിപ്പോൾ ആവശ്യം പണമാണ്, നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് പണം കൊണ്ടുതരണം. ഓക്സിനാണെങ്കിൽ അച്ഛനെ പോലെ മോഷ്ടിക്കാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ഒന്നും തന്നെ ഇഷ്ടമല്ല. നേരെയുള്ള വഴിയിലൂടെ പണം സമ്പാദിക്കുക, അത് മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത്. സോ അവരങ്ങനെ പരസ്പരം തർക്കിക്കുന്ന സമയം രണ്ട് പോലീസുകാർ അവരവിടേക്ക് വന്ന് വളരെ മാന്യമായിട്ട് അവരോട് സംസാരിക്കും. ഓക്സ് അവൻ ശരിക്കും ഒരുപാട് കഴിവുള്ള പയ്യനാണ്. ഇങ്ങനെ പോവാണെങ്കിൽ ഫ്യൂച്ചറിൽ അവനെ കൊണ്ട് ഒരു സൂപ്പർ ഹീറോ ആയി മാറാൻ കഴിയുമെന്ന് അവന്റെ അമ്മയോട് പോലീസ് പറയും. നിങ്ങളുടെ മകൻ ഓക്സിന് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അത് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നീഡ്സും ഞങ്ങൾ ഫുൾഫിൽ ചെയ്തു തരും. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങളുടെ ഹസ്ബൻഡ് അഥവാ ഇവന്റെ പപ്പ ആളൊരു ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ ഇവൻ സൂപ്പർ ഹീറോ ആയി മാറിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. സോ അദ്ദേഹവുമായിട്ട് ഇവന് യാതൊരു ബന്ധവും ഇല്ല, വേറൊരു ഫാമിലിയിലെ മെമ്പർ ആയിട്ടായിരിക്കും ഇനി വളരുക. അതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഞങ്ങൾ തരാൻ തയ്യാറാണെന്ന് പറയും. ഓക്സ് ആണെങ്കിൽ അവൻ ആഗ്രഹിച്ച ഒരു ലൈഫ് കിട്ടിയ സന്തോഷത്തിൽ അതിന് ഓക്കെ പറയും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ഒരുപാട് അടിയിടിയും പരുക്കുകളൊക്കെ കിട്ടിയ നമ്മുടെ ഓക്സ് ആണെങ്കിൽ ജീനിയസിനൊപ്പം കാറിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ബോഡിയിലെ ആ ഒരു പാച്ച് വർക്കൊക്കെ കണ്ട് ജീനിയസ് ആണെങ്കിൽ അവനെ നോക്കി കളിയാക്കി ചിരിക്കും. ഇതിൽ ഓക്സ് ആണെങ്കിൽ ആ വില്ലന്മാരെ കൺവിൻസ് ചെയ്യാനായിട്ടാണ് അവന്റെ കൂടെയുള്ള ജീനിയസിനെ തന്നെ കൊന്നതായിട്ട് അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തത്. അവന്റെ ബോഡിയിൽ ചില അഴിച്ചുപണികളൊക്കെ നടത്തി അവന്റെ ബോഡി അത് ഇതായിട്ട് ആ വില്ലന്മാർക്ക് കാണിച്ചു കൊടുത്തു. അതിലൂടെയാണ് ആ ഒരു ലീഗ് ഓഫ് വില്ലൻസിന്റെ വിശ്വാസം ഓക്സ് നേടിയെടുത്തത്. ആ വില്ലന്മാരാണെങ്കിൽ ജീനിയസിന്റെ ബോഡി അത് നോമോസ് ആക്കി മാറ്റാനായിട്ട് പ്രിസർവ് ചെയ്തു. പക്ഷെ ഓക്സ് ആണെങ്കിൽ നൈസായിട്ട് അവനെ രക്ഷപ്പെടുത്തി വിട്ടു. അങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കടന്നു വരുമ്പോഴായിരിക്കും ജീനിയസ് കാർ അങ്ങനെ ടേൺ ചെയ്യുക. അടുത്ത സിറ്റിയിൽ എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് എത്രയും വേഗം അവിടേക്ക് പോകണമെന്ന് ജീനിയസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഓക്സിനോട് പറയും. കട്ട് ചെയ്ത സിറ്റി കാണിക്കും. അവിടെയാണെങ്കിൽ കുറച്ച് കള്ളന്മാരാണെങ്കിൽ ജനങ്ങളെ ഉപദ്രവിച്ച് ഒരുപാട് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. കുട്ടിയിടയിൽ അവിടേക്ക് വന്ന ജീനിയസ്റ്റ് ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അവരെ ലോക്ക് ചെയ്യാണ്. ഇവിടെയുള്ള പോലീസും ലോക്കൽ സൂപ്പർ ഹീറോസും എവിടെ ചോദിക്കും. അതിനവർ പറയും, ജനങ്ങൾ പ്രക്ഷോഭം ഉയർത്തിയതുകൊണ്ട് അവരെല്ലാവരും ഇവിടുന്ന് പോയി. മാത്രമല്ല ആ കടലിനടുത്തുള്ള ജയിലിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയും. ഉടനെ ജീനിയസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എന്റെ കുറച്ച് അസിസ്റ്റൻസിനെ ഞാൻ ഇവിടേക്ക് അയക്കാമെന്ന് അവർക്ക് വാഗ്ദാനം കൊടുക്കും. ചില ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോ സൂപ്പർ ഹീറോസിനെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം അവരുടെ ഫേസിൽ നിന്ന് തന്നെ ഓക്സിന് മനസ്സിലാവും. ഓക്സ് ആണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് വരും. അവിടെയാണെങ്കിൽ അവന്റെ അമ്മയില്ല. ഒരു ലെറ്റർ ആയിരിക്കും അവന് കിട്ടുക. ആ ഡാബി അവന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തി അവരുടെ രഹസ്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഞാൻ കാരണം നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവിടുന്ന് പോയി. ജീനിയസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ അവനെ ആശ്വസിപ്പിക്കും. അതിനവൻ പറയും, കുഴപ്പമില്ല, വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാനും അമ്മയും തമ്മിലുള്ള കണക്ഷനും കട്ടായതാണ്. പക്ഷെ അമ്മയെ സേവ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. ചെറുപ്പം മുതലേ അവന് പുറത്തു പോകാനായിട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൻ എപ്പോഴും ആ കാര്യം അമ്മയോട് പറയുമായിരുന്നു.
അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവന്റെ അമ്മ അവനെ പുറത്തു കൊണ്ടുപോകും. അതിനുശേഷം അവന് ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോസിന്റെ ബൊമ്മകളൊക്കെ അവന് വാങ്ങിക്കൊടുക്കും. ആൽമൈറ്റിന്റെ ആ ഒരു ബൊമ്മ അത് വളരെയധികം എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ എൻഡവറിന്റെ രൂപമായിരിക്കും അവന്റെ അമ്മ അവന് വാങ്ങിക്കൊടുക്കുക. സത്യത്തിൽ ഓക്സും ട്വൈസിനെ പോലെയായിരുന്നു. തെറ്റേത് ശരിയേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ പിന്നീട് അവൻ തന്നെ അവനെ മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ സൂപ്പർ ഹീറോസിന് ചില നെഗറ്റീവ് ഇമേജ് ഉണ്ട്, അത് നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യണം. കട്ട് ചെയ്താൽ ഇപ്പൊ അർബൻ ഏരിയ കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് കള്ളന്മാരും വില്ലന്മാരും വന്ന് ജനങ്ങളെ എല്ലാവരെയും ദ്രോഹിക്കുകയാണ്. സൂപ്പർ ഹീറോസ് എല്ലാവരും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് വെല്ലുവിളികൾ അനുഭവിക്കുകയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. സോ ഈ ഒരു ഗ്യാപ്പ് അതവർ മുതലെടുത്ത് ഒരുപാട് പേരെ അറ്റാക്ക് ചെയ്യും. ജീനിസ്റ്റിനാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടും. 2 ദിവസം നടന്ന ആ ഒരു വലിയ യുദ്ധത്തിന്റെ ബാക്കിയുള്ള അവശേഷിപ്പ് അതിപ്പോഴും അവിടെ നിന്ന് മാഞ്ഞിട്ടില്ല. അതിന്റെ ഇടയിലാണ് ആ ഒരു സെല്ല് തകർത്ത ഒരുപാട് വില്ലന്മാർ പുറത്തേക്ക് വന്നത്. മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നോമോസിനെ കുറിച്ചുള്ള ചില ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഓക്സ് എൻഡവറിന് കൊടുത്തിരുന്നു. നോമോസ് ഈ ഒരു സിറ്റി മുഴുവൻ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അതവൻ അദ്ദേഹത്തെ അറിയിച്ചതാണ്. അവരെല്ലാവരും ആദ്യമായിട്ട് ആ നോമുവിനെ കാണുന്നത് US സ്കൂളിന് നേരെ വന്ന ആ ഒരു നോമുവിനെ കണ്ടാണ്. അതിനുശേഷമാണ് നോമോസ് ഒരു മിത്തല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുണ്ട് എന്ന് എല്ലാവരും തിരിച്ചറിയുന്നത്. ജനങ്ങൾക്കാണെങ്കിൽ പിന്നീട് നടന്ന ഓരോ കാര്യങ്ങളിലും അവരുടെ ഭയവും ഭീതിയും കൂടി വന്നു. മാത്രമല്ല ഇപ്പൊ ആ വില്ലന്റെ സംസാരത്തില് സൂപ്പർ ഹീറോസിനുള്ള ജനങ്ങളുടെ സമീപനം പോലും മാറിപ്പോയിരിക്കുകയാണ്. അതുമാത്രമല്ല ലാസ്റ്റ് നടന്ന വലിയ ഫൈറ്റില് ഒരുപാട് സൂപ്പർ ഹീറോസിന് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് നഷ്ടപ്പെട്ട് സൂപ്പർ ഹീറോസ് അവരുടെ ജോലി ഉപേക്ഷിച്ചു പോയി. ജനങ്ങള് സൂപ്പർ ഹീറോസിനെതിരായി. ഇതിലുപരിയായിട്ട് ആ ഒരു വലിയ പ്രസന്റ് തകർന്ന് ഒരുപാട് വില്ലന്മാര് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തിന് ആൽഫാർ 1 പോലും റിലീസ് ആക്കപ്പെട്ടു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു കള്ളനാണെങ്കിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് അവിടെ ഒരുപാട് സാധനങ്ങൾ എടുക്കുകയും അവിടെയുള്ള സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജനങ്ങളാണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വലിയൊരു ബ്ലാസ്റ്റിനെ നടത്തുകയാണ്. ആ സമയം വാഷ് സൂപ്പർ ഹീറോ അവനാണെങ്കിൽ ഒരു കള്ളനെ പിടിക്കാനായിട്ട് അവിടേക്ക് ഓടി വരികയാണ്. വാഷ് ഹീറോ ആണെങ്കിൽ അവിടേക്ക് ഓടിയെത്തും. അവിടെയാണെങ്കിൽ ഇപ്പൊ ആരെയും കാണാനില്ല. മാത്രമല്ല ആ ഒരു വില്ലൻ വന്ന സ്ഥലം തകർന്ന് കിടക്കുകയാണ്. സാധാരണ സൂപ്പർ ഹീറോസിനാണെങ്കിൽ വില്ലന്മാരെ പിടിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കമ്മോഡിറ്റീസിന്റെ തകർച്ച അത് കുറയ്ക്കാനുള്ള ട്രെയിനിങ് അത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ സാധാരണ ജനങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ചുറ്റുമുള്ള സാധനങ്ങളും അവിടെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ തകരാനുള്ള ചാൻസ് കൂടുതലാണ്. ഉണ്ടായിരുന്ന ജനങ്ങളാണെങ്കിൽ ഇപ്പോൾ വാഷ് ഹീറോയെ നോക്കി ദേഷ്യപ്പെടുകയാണ്. നിങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു പ്രൊട്ടക്ഷനും ലഭിക്കുന്നില്ല എന്ന് പറയും. വാഷ് ഹീറോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഒരുപാട് വിഷമം തോന്നും. എങ്കിലും അതൊക്കെ മനസ്സിലൊതുക്കി ബബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവരെ ഹീൽ ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് 9th സൂപ്പർ ഹീറോ ആണെങ്കിൽ സൂപ്പർ ഹീറോസിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണെന്നുള്ള പ്രസ് മീറ്റ് നടത്തും. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ആൾക്ക് നേരെ ചെരുപ്പും കല്ലും ഒക്കെ വലിച്ചെറിയും. ഇതിനു പുറകെ ഒന്നായിട്ട് ഇപ്പോൾ ഓരോരോ സൂപ്പർ ഹീറോസ് ആയിട്ട് റിസൈൻ ചെയ്യാണ്. ജനങ്ങളെല്ലാം അതിനെതിരായിട്ട് മുറവിളി കൂട്ടുകയാണ്. ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ ആൾക്കാരില്ല. മാത്രമല്ല സൂപ്പർ ഹീറോസ് പോലും ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു പറയും. ആൽമൈറ്റിന്റെ ഒരു രൂപത്തിൽ പോലും ഇപ്പൊ സ്റ്റിക്കർ തൂങ്ങിയിരിക്കുകയാണ്, ഇദ്ദേഹം ഇപ്പോഴില്ല, നമ്മൾ ആരും പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന്. ഇത്തരത്തിൽ ഒരുപാട് പ്രോബ്ലംസ് അറൈസ് ആയതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും നമ്പർ 1 ഹീറോ ആയിട്ടുള്ള എൻഡവറിന് നേർക്കാണ് ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നത്. എൻഡവർ ആണെങ്കിൽ ഒരുപാട് ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം കണ്ണു തുറന്നിരിക്കുകയാണ്. ആൾക്കാണെങ്കിൽ ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. താൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ആൾക്ക് വലിയ അത്ഭുതം. താൻ്റെ എൽഡർ സൺ അവസാനമായിട്ട് പറഞ്ഞത്, വാ കിളവ, നമുക്ക് അവസാനമായിട്ട് ഫൈറ്റ് ചെയ്ത് നരകത്തിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടാവുന്നതാണ്. ആ കാര്യമെല്ലാം ഓർത്ത് ആൾക്ക് ടെൻഷനാവും. ഡാബി എൻഡവർ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ ഉറപ്പായാൽ അദ്ദേഹത്തെ നശിപ്പിക്കാൻ വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരും. ഡാബി എൻഡവറിന്റെ മകനാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആളങ്ങനെ ഫ്രീസായി പോയി. ഒരു പരിധിവരെ അവരുടെ ഈ തോൽവിക്ക് കാരണവും അത് തന്നെയാണ്. ഇവിടെ ജീനിസ്റ്റ് ആണെങ്കിൽ ആ ഡോബി വില്ലൻ പറഞ്ഞതെല്ലാം തന്നെ നുണയാണെന്ന് പത്രസമ്മേളനത്തിൽ പ്രസ്താവന നടത്താനായിട്ട് ശ്രമിക്കുകയാണ്. എൻഡവർ ആണെങ്കിൽ പൊട്ടിക്കരയാണ്. എൻഡവർ എന്നുള്ള സൂപ്പർ ഹീറോ ആള് മരിച്ചുപോയി, എന്നെ കൊണ്ട് ഒരിക്കലും എന്റെ മകനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആളങ്ങനെ തകർന്നിരിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് 3 പേര് ആള് കരയുന്ന അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം അവരിപ്പോ പതിയെ അകത്തേക്ക് കയറി വരും. നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് അവർ ചോദിക്കും. അതിന് അദ്ദേഹം പറയും, എന്റെ ഹാർട്ട്, എനിക്ക് പറയണ്ടേ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. ആ സമയം അദ്ദേഹത്തിന്റെ വൈഫ് അവിടേക്ക് വന്ന് അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാനായിട്ട് തുടങ്ങും. എവരാണെങ്കിൽ ആളുടെ വൈഫിനെ കണ്ട് ഷോക്കാവും. നീ ഇങ്ങനെ ഇവിടേക്ക് എത്തി? അതിനവള് പറയും, നമ്മുടെ ഫാമിലി മാറ്റർ സംസാരിക്കാനാണ് ഇവിടേക്ക് വന്നത്, പ്രധാനമായിട്ട് ടോയെ കുറിച്ച്. കട്ട് ചെയ്ത ഇവിടെ ടോബിയെ കാണിക്കും. അവന്റെ ബോഡിയിൽ ഒരുപാട് പരുക്ക് പറ്റി അവൻ അങ്ങനെ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.